ഈ ഒരു സാഹചര്യത്തിൽ ശ്യാം, ഞാൻ പറഞ്ഞല്ലോ, ഒരു കഴിഞ്ഞ 2011 20 സീറ്റാണ് ലീഗ് നേടിയത്. കഴിഞ്ഞ തവണ 15 സീറ്റ് നേടി. ഇപ്പോൾ അവിടെ ഒരു ഫോർമുല വരുന്നത് ലീഗ് 22 മുതൽ 24 സീറ്റ് വരെ നേടും എങ്കിൽ ഈ UDF രണ്ടാമത്തെ ശക്തിയുള്ള കക്ഷി ലീഗാവും. എങ്ങനെയാണ് ലീഗിൻ്റെ വാക്ക് കേൾക്കാതെ UDF സംവിധാനത്തിന് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയും? അല്ല, ഇതിലെ ഏറ്റവും രസകരമായിട്ട് 1-2 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത്. ഒന്ന് 2-3 പോസിറ്റീവ് കാര്യങ്ങൾ ആദ്യം പറയാം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി തന്നെ PR വർക്ക് നല്ല രീതിയിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റിയൊരു പാർട്ടിയാണ്. 2, വിശേഷിച്ച് മലബാറിൽ അടിത്തറ സംഘടനാ ശക്തി കൃത്യമായി തന്നെ കൊണ്ടുപോകാൻ കോൺഗ്രസിനില്ലേ, അതുകൊണ്ട് എടുത്തു പറയണം. മലബാറിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസിനെ സഹായിക്കുന്നത് ലീഗാണ്, കോൺഗ്രസിനില്ല. അപ്പോൾ അത്തരത്തിൽ സംഘടനാ തലത്തിൽ വലിയ ആഴത്തിലുള്ള കൃത്യമായി തന്നെ എല്ലാ സമഗ്ര സംവിധാനങ്ങളുള്ള ഒരു പാർട്ടിയാണ് ലീഗ്. മാത്രമല്ല, നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരിതാശ്വാസ സമയത്ത് ലീഗ് എന്തായാലും വീടുകൾ നിർമ്മിച്ചു കൊടുത്തു, അതിൻ്റെ പാലുകാച്ചലൊക്കെ നടത്തി. അതൊക്കെ മാതൃകയാണ് എന്തൊക്കെ പറഞ്ഞാലും. പക്ഷെ ആ ലീഗിനെ സ്വാഭാവികമായിട്ട് നമ്മൾ PR ടീം പറയും അതേ മതേതര പാർട്ടിയായി, ഇനി ഒന്നും നോക്കണ്ട, പാണക്കാട്ട് ആ കുടുംബമൊക്കെ എൻ്റെ അമ്മയെ എന്തൊരു മതേതരവാദികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാനാണ് മത്സരിക്കുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം 3 പേരോടും എനിക്ക് ഒരു കാര്യം ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ലീഗ് എന്ന് പറഞ്ഞാൽ കൃത്യമായി ആസൂത്രണം വെൽ പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയാണ്. ഒരു വശത്ത് ഗൗതം പറഞ്ഞ ഈ ചരിത്രമുണ്ട്, അതൊന്നും ആരും നോക്കുന്നില്ല. മറുവശത്ത് കൃത്യമായി PR വർക്ക്. കഴിഞ്ഞ ദിവസം ചെമ്മാട് ദാറുൽ ഹുദയുടെ ഒരു പരിപാടി നടക്കുകയാണ്. ആ പരിപാടിയിൽ പാണക്കാട് തങ്ങളുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ പ്രഭാഷണം നടത്തിയ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, ഇതാ നമ്മളടുത്തിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി അടുത്ത മുഖ്യമന്ത്രി ആവാൻ സർവാത്മന യോഗ്യനായ ശ്രീ കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞപ്പോൾ സംഘടനാ സംവിധാനമുണ്ട്, മുന്നണിയാണ്, ഒക്കെയാണ്. പക്ഷേ ഒരക്ഷരം പാണക്കാട്ട് തങ്ങളോ ആ വേദിയിലിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയോ ഞങ്ങളല്ല കേട്ടോ, അത് കോൺഗ്രസിൻ്റെ ആളാണ് എന്ന് പറഞ്ഞില്ല എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇവിടെയാണ് ഇനി ഞാൻ രണ്ടാമത്തെ എൻ്റെ പോയിന്റ് വരുന്നത്. ഇന്ന് ലീഗ് കൃത്യമായി തന്നെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെ നേരിട്ട് കണ്ടു തന്നെ, അഖിലേന്ത്യാ നേതൃത്വത്തെ നേരിൽ കണ്ടു തന്നെ പറഞ്ഞു, കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആകണമെന്നുണ്ടെങ്കിൽ അത് VD സതീശൻ തന്നെ ആയിരിക്കണമെന്ന് അരക്കെട്ട് ഉറപ്പിച്ച് പറയുകയാണ്. അവിടെയാണ് ലീഗിൻ്റെ കൃത്യമായ അജണ്ടയും ആസൂത്രണവും നമ്മൾ കാണേണ്ടത്. എന്തുകൊണ്ടാണ് KC വേണുഗോപാലിനെ ലീഗ് മുന്നോട്ട് വെക്കാത്തത്? എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ മുന്നോട്ട് വെക്കാത്തത്? ഇവരൊക്കെ സതീശൻ 2001 മുതലാണ് നിയമസഭയിൽ എത്തിയത്. KCയും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയൊക്കെ കുറേ വർഷം മുമ്പ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്നേഹവും സഹോദര ബന്ധവും വെച്ച് നോക്കുകയാണെങ്കിൽ KCക്കോ ചെന്നിത്തലയ്ക്കോ ആണ് ലീഗ് പിന്തുണ കൊടുക്കേണ്ടത്. പക്ഷെ കൊടുത്തിരിക്കുന്നത് VD സതീശനാണ്. ഇനി VD സതീശൻ്റെ മേന്മ എന്താണ്? ഈ പറയുന്ന ലീഗിൻ്റെ പ്രധാനപ്പെട്ട മതേതര മുഖമായി അവർ കാണിക്കുന്ന KM ഷാജി മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് അട്ടഹസിച്ച സമയത്ത് ഒരക്ഷരം മിണ്ടാത്ത ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവാണ് VD സതീശൻ. ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അതേസമയം വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി തന്നെ ഒരു കാര്യം മുന്നോട്ട് പറഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പേരെടുത്തുകൊണ്ട് വിമർശിച്ച് സമൂഹത്തിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയ ആരാണ്? ഈ സതീശൻ. അപ്പോൾ സതീശന് ലീഗ് കാണുന്ന ഫസ്റ്റ് മാർക്ക് അവിടെ, ഫസ്റ്റ് ക്വാളിറ്റി അവിടെ വന്നു. രണ്ടാമത്തത് NSSനെതിരെയുള്ള കൃത്യമായി തന്നെ നിലപാട് സതീശൻ എടുത്തിരിക്കുന്നു. NSSന് ഒരിക്കലും സതീശന് താല്പര്യവുമില്ല. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അവിടെ തീർന്നോ? ഇല്ല. കൊച്ചി മണ്ഡലം നമ്മൾ കണ്ടതാണ്. ഷിയാസിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി സതീശൻ അവതരിപ്പിക്കുമ്പോൾ വലിയ രീതിയിൽ തന്നെ എതിർപ്പുകൾ ഉയർന്നിരുന്നു. ഒരു സമുദായത്തിന് കൃത്യമായി തന്നെ സ്വാധീനമുള്ള മേഖലയിൽ ഷിയാസിനെ പോലെ ഒരാൾ, ഷിയാസിൻ്റെ ഒക്കെ നിലപാട് നമ്മൾ കണ്ടതാണ്. പെഹൽഗാം ആക്രമണ സമയത്തൊക്കെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കൃത്യമായി തന്നെ നമ്മൾ പ്രതിഷേധിക്കേണ്ടേ സാറേ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞ ആളാണ് ഈ ഷിയാസ്. ജനൻ TVയിലൂടെ അത് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കോൺഗ്രസ് നേതാവ്. ആ ഷിയാസിനെ അവിടെ അവതരിപ്പിച്ചു. ഷിയാസിനെ അവതരിപ്പിക്കുക മാത്രമല്ല, ആ ലത്തീൻ സമുദായ വോട്ട് നിങ്ങളിവിടെ വന്ന് ഭീഷണിപ്പെടുത്തുമൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സതീശൻ അവിടെ പോയി പരസ്യമായി പ്രഖ്യാപനം നടത്തി. അപ്പം ലീഗ് കാണുന്ന ക്വാളിറ്റി നമ്പർ 2 ഈ രീതിയിലുള്ള ഇടപാടുകൾ തന്നെയാണ്. മാത്രമല്ല ഗൗതമേ, 2011 5ാം മന്ത്രി വിവാദം തൊട്ട് തന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി തന്നെ കോൺഗ്രസ്, വിശേഷിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഞാൻ ഒന്നും കൂടി എടുത്തു പറയുകയാണ്, കോൺഗ്രസിൻ്റെ ഉൾപാർട്ടിയിൽ വരെ പിടിമുറുക്കാൻ ലീഗിന് സാധിച്ചു. 2004 AK ആന്റണി കൃത്യമായി തന്നെ സത്യം വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു സമുദായം സംഘടിതമായി തന്നെ പല ആനുകൂല്യങ്ങളും പിടിച്ചു പറ്റുന്നെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ലീഗ് നേതൃത്വം ഡൽഹിക്ക് വണ്ടി കയറി ആന്റണിയെ മാറ്റണമെന്ന സമ്മർദ്ദം നടത്തിയപ്പോൾ അതിനുശേഷം പിന്നീട് ലീഗ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന്. പക്ഷേ 2024 കോൺഗ്രസിന് അധികാരം കിട്ടുകയാണെങ്കിൽ, UDFന് കിട്ടുകയാണെങ്കിൽ VD സതീശൻ വേണം എന്ന് പറയുന്നു. ഇനി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പോയിന്റ് അവസാനിപ്പിക്കുകയാണ്. ഈ VD സതീശൻ ആരാണ്?
ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഭരണഘടനയിൽ വരെ മതരാഷ്ട്രവാദം വേണമെന്ന് വാശി പിടിച്ച് അതിനുവേണ്ടി രംഗത്തിറങ്ങി ശക്തമായി തന്നെ മതരാജ്യം വേണം, അല്ലാതെ ആരാധന പൂർത്തിയാകില്ല എന്ന് വാശി പിടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ഒരുളുപ്പുമില്ലാതെ മതേതരവാദികൾ എന്ന് വിളിക്കാൻ പറ്റുന്ന വി.ഡി. സതീശനെയാണ് ലീഗ് അവതരിപ്പിക്കുന്നത്. അതാണ് അപകടം. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ വിളക്ക് കൊളുത്തില്ല, അല്ലെങ്കിൽ ഔദ്യോഗിക വസതിയുടെ പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില നയങ്ങളൊക്കെയാണ് ഒരു താരതമ്യേന തീവ്രത കുറഞ്ഞ വർഗീയതയുമായി മുന്നോട്ട് പോകുന്ന ലീഗ് സർവ്വശക്തിയും എടുത്ത് ജമാഅത്ത് ഇസ്ലാമിക്കൊപ്പം നിന്നുകൊണ്ട് അതിശക്തമായി വർഗീയ തലത്തിൽ ആഞ്ഞടിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇനി കേരളം കാണാൻ പോകുന്നത് എന്നാണ് എൻ്റെ പോയിന്റ്.